ഭരണം മാറിയതോടുകൂടി എല്ലാവരും ചിന്തിക്കുന്നത് കെ.വി. തോമസ്, നമുക്ക് ഡൽഹിയിൽ ഒരു പ്രത്യേക പ്രതിനിധി ഉണ്ടായിരുന്നു അല്ലേ, ആ കെ.വി. തോമസ് എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അതിനിടയിൽ മറ്റൊരു അഭ്യൂഹം വന്നത് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകുമോ? ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വരികയാണ്. നമുക്കറിയാം, ലാസ്റ്റ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതിരുന്നതിനെ തുടർന്നാണ് അദ്ദേഹം മറുകണ്ഠം ചാടി CPM-ലേക്ക് വരുന്നത്. CPM ആണെങ്കിൽ അദ്ദേഹത്തെ വളരെ കാര്യമായിട്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് അവിടെ അവരോധിക്കുകയും ചെയ്തു. അപ്പോൾ കേന്ദ്രവുമായിട്ടും സംസ്ഥാനവുമായിട്ടും അതിൻ്റെ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ നടത്തി കിട്ടാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ നിയമിച്ച സമയത്ത് പറഞ്ഞിരുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളത് കഴിഞ്ഞ സർക്കാർ പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അത് പോട്ടെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ BJP പ്രവേശമാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന്, മറുകണ്ഠം ചാടിയതാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഇനി CPM-ന് ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതുണ്ട്. ഈ ഭരണത്തിൽ ഇരുന്ന് അദ്ദേഹത്തിന് ഓണറേറിയവും കാര്യവും ഒക്കെ ആയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസം അതെല്ലാം നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ഇനി അങ്ങ് രാഷ്ട്രീയ വനവാസം എന്നുള്ള രീതിയിൽ ഇരിക്കാനൊക്കെ കെ.വി. തോമസിനെ പോലുള്ള ഒരു നേതാവിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് BJP-യിലേക്കോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയാവുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയുടെയും ഒന്നും അംഗമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതൊരു പാർട്ടി വിളിച്ചാലും അദ്ദേഹത്തെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ളവരൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണവും കാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോൾ കെ.വി. തോമസ് എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നം ഇട്ട് മാധ്യമങ്ങൾ അതെടുത്ത് ഒരു മൂലയ്ക്ക് മാറ്റിവെച്ചു. പിന്നീട് കെ.വി. തോമസിനെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ വളരെ നിർണായകമായിട്ട് നമുക്ക് തോന്നുന്നത്.